ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ നാണം കെട്ട് തലം കുരിച്ച് നിൽക്കുന്ന ഗതികേടിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉള്ളത്. മുൻ വിദേശകാര്യ മന്ത്രിയും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവുമായ ബിലാൽ ഭൂട്ടോയുടെ വില കുറഞ്ഞ പ്രസ്താവനകളെ ഇപ്പോൾ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. UN പത്രസമ്മേളനത്തിൽ ഒരു പത്രപ്രവർത്തകൻ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. ബിലാൽ ഭൂട്ടോയുടെ പരാമർശം ഇങ്ങനെയാണ്: മുസ്ലിങ്ങളെ ഇന്ത്യയിൽ പൈശാചികവൽക്കരിക്കുന്നു എന്നതാണ് പറയുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ 26 സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ ഇന്ത്യൻ മുസ്ലിങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതിനായി തന്നെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നതാണ് ഇയാളുടെ വാദം. എന്നാൽ അതിനെ നിലംപരിശാക്കുന്ന മറുപടി തന്നെയാണ് മാധ്യമപ്രവർത്തകൻ നൽകിയതും. ഇന്ത്യൻ മുസ്ലിങ്ങളെ പൈശാചികവൽക്കരിക്കുകയായിരുന്നു എന്നും ഐക്യരാഷ്ട്രസഭയുടെ പത്രസമ്മേളനത്തിൽ ബിലാൽ ഭൂട്ടോ പറയുകയാണ് ചെയ്തത്. എന്നാൽ മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ മുസ്ലിം സൈനിക ഉദ്യോഗസ്ഥരുടെ പങ്ക് വിവരിച്ചതോടുകൂടി തന്നെ പാക് സൈനികർ നാണം കെട്ട് തലകുനിക്കേണ്ട അവസ്ഥയാണ് വന്നത്. ഐക്യരാഷ്ട്രസഭയിലെ ഇസ്ലാമാബാദിന്റെ നയതന്ത്ര സംഘത്തിലെ അംഗമായ ഭൂട്ടോ പത്രസമ്മേളനത്തിലാണ് ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ 26 സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ ഇന്ത്യൻ മുസ്ലിങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതിനായി രാഷ്ട്രീയവൽക്കരിക്കുകയാണ് എന്ന് ചെയ്തതെന്നാണ് ഇയാൾ ആരോപിച്ചത്. എന്നാൽ ഇത് കേട്ടിരുന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ആർമി ബ്രീഫിംഗുകൾ നടത്തിയത് മുസ്ലിം ഓഫീസർമാർ തന്നെയാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നത്. കാശ്മീരിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഭീകരവാദികളായി ചിത്രീകരിക്കാനുള്ള ഒരു രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കുന്നുവെന്നും നിങ്ങൾ പറഞ്ഞു. പക്ഷേ സാർ, ഞാൻ ഇരുവശത്തുമുള്ള ബ്രീഫിങ്ങുകൾ കണ്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുള്ളിടത്തോളം ഇന്ത്യൻ ഭാഗത്ത് ബ്രീഫിങ്ങുകൾ നടത്തിയത് മുസ്ലിം ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരായിരുന്നുവെന്നായിരുന്നു പത്രപ്രവർത്തകന്റെ മറുപടി. ഇതോടുകൂടി തന്നെ പാകിസ്ഥാൻ വീണ്ടും ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ ഒരു വിലയുമില്ലാതെ നാണം കെട്ട് തലകുനിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. മാധ്യമപ്രവർത്തകന്റെ മറുപടി ഭൂട്ടോയെ അസ്വസ്ഥനാക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ വസ്തുതകൾ ഇതെല്ലാം തന്നെ എതിർക്കാൻ മുതിർന്ന അത് തലയാട്ടി സമ്മതിക്കാൻ മാത്രമേ മുൻ പാക് മന്ത്രിക്ക് അന്നേരം ആ സമയത്ത് തരമുണ്ടായിരുന്നുള്ളൂ എന്നതാണ് മറ്റൊരു വസ്തുത. വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനൊപ്പം തന്നെ കേണൽ സോഫിയ ഖുറേഷി നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള മാധ്യമ സമ്മേളനങ്ങളെല്ലാം തന്നെ അതിനെക്കുറിച്ചായിരുന്നു പത്രപ്രവർത്തകൻ പരാമർശം നടത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ എന്ന് സംശയിക്കപ്പെടുന്ന ലഷ്കർ-ഇ-തോയ്ബ ഭീകരനായ സെയ്ഫുള്ള കസൂരിയെ പരസ്യമായി തന്നെ പിന്തുണച്ചുകൊണ്ട് പാക് പഞ്ചാബിലെ അസംബ്ലി സ്പീക്കർ മാലിക് അഹമ്മദ് അടക്കം രംഗത്ത് വന്നിരുന്നു. ഒരു റാലിക്കിടെ കസൂരിയെ ന്യായീകരിക്കുന്ന മാലിക്കിന്റെ വീഡിയോ ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിച്ചത്. അന്വേഷണം നടത്താനെന്ന് അതുപോലെ തന്നെ തെളിവുകളെയും കസൂരിയെ പ്രതിയായി കണക്കാക്കരുത് എന്നും വാദിച്ചുകൊണ്ട് മാലിക് ഭീകര നേതാവിനെതിരായ ആരോപണങ്ങളെ തള്ളിക്കളയുകയാണ് ചെയ്തത്. അതേസമയം മെയ് 28-ന് പഞ്ചാബിലെ ഒരു പൊതുപരിപാടിയിൽ പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരനായി കണക്കാക്കപ്പെടുന്ന സെയ്ഫുള്ള ഖാലിദിനും ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഭീകരൻ ഹാഫിസ് സായിദിന്റെ മകനും ലഷ്കർ-ഇ-തോയ്ബയുടെ യഥാർത്ഥ തലവനുമായ തൽഹ സായിദും ഒപ്പം വേദി പങ്കിട്ട മാലിക് അഹമ്മദ് ഖാന്റെ ചിത്രങ്ങൾ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഖാലിദും തൽഹയും ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെട്ടവരായതുകൊണ്ടാണ് അത്തരം വിവാദങ്ങൾ ഉണ്ടായതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.